മുഖംമൂടിധാരിയായ ആദ്യത്തെ സൂപ്പർ ഹീറോ ഫാൻറ്റം. 1936 ലീ ഫാക്ക് എന്ന എഴുത്തുകാരനാണ് ഫാൻറ്റം എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. ഫാൻറ്റത്തിൻ്റെ സൂട്ട് വയലറ്റ് നിറത്തിലാണ് ഉണ്ടാവുക. ഫാൻറ്റത്തിൻ്റെ യഥാർത്ഥ പേര് കിഡ് വാക്കർ എന്നായിരുന്നു. ഫാൻറ്റം എന്ന കഥാപാത്രം ആഫ്രിക്കയിലെ ബംഗ എന്ന കാടുകളിലാണ് ജീവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തുക്കൾ ഡെവിൾ എന്ന ചെന്നായയും ഹീറോ എന്ന കുതിരയുമാണ്. മലയാളത്തിൽ നമുക്ക് ഫാൻറ്റത്തിൻ്റെ കോമിക് സ്റ്റോറി വായിക്കാൻ കഴിയും. റീഗൽ കോമിക്സ് മലയാളത്തിൽ ഈ ഒരു ഫാൻറ്റം എന്ന കഥാപാത്രത്തിൻ്റെ കോമിക് സ്റ്റോറികൾ ഇറക്കാറുണ്ട്. എൻ്റെ കയ്യിലുള്ള ഫാൻറ്റവും ജനറലും എന്ന കോമിക്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു ബുക്കിന് 50 രൂപയാണ് വില. ഈ ഒരു കോമിക്സ് ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ മാൻഡ്രക്കിൻ്റെ കോമിക്സും ഇവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാൻറ്റവും ജനറലും എന്ന കഥയിലേക്ക് പോവാം. ഈ വഴി വന്നപ്പോൾ ഇങ്ങോട്ട് വെറുതെ കയറിയതാണ്. ഹാപ്പി മാൻ എന്നാണ് പേരെങ്കിലും താങ്കൾ ഇവിടെ ഹാപ്പിയാണെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ദുഃഖിതരാണ് ഫാൻറ്റം. താങ്കൾക്ക് ശല്യമാകുമെന്ന് വിചാരിച്ചാണ് ഒന്നും അറിയിക്കാതിരുന്നത്. എൻ്റെ സുന്ദരിയായ പേരക്കുട്ടി ലൂണയുടെ കാര്യമാണ് മോനെ. നീ എല്ലാ വിവരവും ഇദ്ദേഹത്തോട് പറയൂ. അവളെ കാർഡോണ എന്ന രാജ്യത്ത് വെച്ച് കാണാതായി. കാർഡോണ മഹാനദിയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു രാജ്യം. അവിടെ നിഗൂഢമായ വനപ്രദേശങ്ങളും ധാരാളം വനാന്തർഭാഗം വിചിത്ര സത്വങ്ങളുടെ ആവാസ കേന്ദ്രമെന്നാണ് പഴമക്കാരുടെ വിശ്വാസം. ക്രൂരനായ ഒരു പട്ടാള മേധാവിയാണ് ഇപ്പോൾ ആ രാജ്യം ഭരിക്കുന്നത്. എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ ജയിലിലടച്ച് കൊടിയ പീഡനം. ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഉൾവനങ്ങളിൽ ധാരാളം ഭീകരസത്വങ്ങൾ വിഹരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ജന്തുക്കളുടെയും അസ്ഥികളുടെയും അവശിഷ്ടങ്ങൾ മാത്രം. ലൂണയുടെ നേതൃത്വത്തിൽ ടിഗ് എന്നൊരു ടീം അവിടേക്ക് ഗവേഷണത്തിന് പുറപ്പെട്ടു. ഇവിടെ എന്തോ ഉണ്ട്. അപ്പോൾ താങ്കളുടെ പേരക്കുട്ടി കാർഡോണയിൽ വെച്ച് കാണാതായി അല്ലേ? അറിയാവുന്ന വിവരങ്ങൾ പറയൂ മോനെ. അവൾ അവിടെ തടവറയിലായിരിക്കും. വംശനാശം സംഭവിച്ച വലിയ പല്ലികളുടെ അസ്ഥികൾ കണ്ടെത്താൻ വേണ്ടിയാണ് അവൾ അങ്ങോട്ട് പോയത്. ഡിനോസറുകളുടെ ഒരു വലിയ നഖം, വെർലിസിറാപ്റ്റർ അല്ലെങ്കിൽ ഓവിറാപ്റ്ററിൻ്റേത്. ഡിനോസറിൻ്റേതായിരിക്കും ലൂണ. വലിയ ആന പോലുള്ളവ, കുതിരകളുടെ വലിപ്പമുള്ളവയുണ്ട്, ചെറുതും വലുതുമായവയും. അത്തരത്തിലുള്ളതിനെ കണ്ടിട്ടുണ്ടോ ലൂണ? ആരും കണ്ടിട്ടില്ല. 80 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ളവയായിരുന്നു. എന്നാൽ ഇവിടുത്തെ ഞങ്ങളുടെ ഉൾവനങ്ങളിൽ ഇന്നും അവയൊക്കെയുണ്ട്. അയാൾ വെറുതെ പറയുന്നതാണ് ലൂണ. എല്ലാം നാട്ടുകാരുടെ വക കെട്ടുകഥകൾ. പട്ടാള വണ്ടികൾ. പ്രൊഫസർ ജെയ്സൺ, എന്താണ് കാര്യം? പേടിക്കണ്ട, നമ്മുടെ കൈവശം എല്ലാവിധ രേഖകളുമുണ്ട്. ഇത് ഞങ്ങളുടെ ഭരണാധികാരി ബാൻഡ. നിലത്ത് വീണ് നമസ്കരിക്കും വിദേശികളെ. ഇദ്ദേഹം ഡേവിഡ് ലൂണയോടൊപ്പം കാർഡോണയിൽ ജോലി ചെയ്തിരുന്നു. ഞങ്ങൾ നിലം കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രൂരനായ ജനറൽ അതുവഴി വന്നു. അയാൾ എന്തിനാണ് അതിലെ വന്നതെന്ന് പറഞ്ഞു. ഇല്ല, പട്ടാളക്കാരുടെ പക്കൽ തോക്കുകൾ. ഞങ്ങൾ ഭയന്നു വിറച്ചു. പറഞ്ഞത് കേട്ടില്ലേ? ജനറലിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നമസ്കരിക്കൂ. ഞങ്ങൾ പള്ളിയിൽ വെച്ച് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. എടി പെണ്ണെ, നീ എന്തിനാണ് എൻ്റെ രാജ്യത്ത് നിലം കുഴിച്ചത്? ഇങ്ങോട്ട് ക്ഷണം ലഭിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്, ഡിനോസറിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ. ആരാണ് നിങ്ങളെ ക്ഷണിച്ചത്? ഞാൻ തന്നെ ജനറൽ. ഞാൻ കാർഡോണ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. വിദേശികളെ എൻ്റെ രാജ്യത്ത് കയറ്റാൻ തന്നോട് ആര് പറഞ്ഞു? എന്തുകൊണ്ട് എൻ്റെ അനുവാദം വാങ്ങില്ല? അങ്ങയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് അനുവാദം ലഭിച്ചത്. ഈ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു വിദേശിയും എൻ്റെ രാജ്യത്ത് പ്രവേശിക്കുകയില്ല. എല്ലാവരും വേഗം കാൽക്കൽ വീണ് നമസ്കരിക്കൂ. വേണ്ട, ഈ കൊച്ചു സുന്ദരിക്ക് ഞാൻ അതിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ലൂണ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ജനറൽ അവിടേക്ക് വന്നതെന്നാണ് എൻ്റെ സംശയം. എൻ്റെ പേരക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അയാളെ കൊല്ലും. ശാന്തനാകൂ ഹാപ്പി മാൻ. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് പറയൂ ഡേവിഡ്. ജനറൽ ലൂണയോട് ശൃംഗരിക്കാൻ ഒരുമ്പിടുന്നത് ഞങ്ങൾ കണ്ടു. സുന്ദരി കൊച്ചേ, നിൻ്റെ പേരെന്താണ്? നീ റെഡ് ഇന്ത്യനാണോ? എൻ്റെ പേര് ലൂണ. ഞാൻ അമേരിക്കക്കാരിയാണ്. ഒരു അമേരിക്കക്കാരി സുന്ദരിയെ ചുംബിക്കാനുള്ള ഭാഗ്യം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്നും അത് നടപ്പില്ല. പോടാ. നീ ഒരു കാട്ടുപൂച്ച തന്നെ. നിന്നെ എനിക്ക് ഇഷ്ടമായി. അയ്യോ, പൂച്ച മാന്തും. എൻ്റെ മുഖത്തു നിന്ന് രക്തം വരുന്നുണ്ടോ? നിസ്സാര മുറിവുള്ളൂ ജനറൽ. നിങ്ങളൊക്കെ ഇതിനെ അനുഭവിക്കും. ഇവർ ചാരന്മാരാണ്. ഇവരെ കസ്റ്റഡിയിലെടുക്കൂ. ജനറൽ നിങ്ങളെല്ലാം ചാരന്മാരെന്ന് മുദ്രകുത്തി അറസ്റ്റ് ചെയ്തു. അതിനുശേഷം എന്തുണ്ടായി? തലസ്ഥാനത്ത് എത്തിച്ച് ജയിലിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യും? എംബസിയിൽ അറിയിക്കണം. എങ്ങനെ? നമ്മുടെ പക്കൽ ഫോണില്ല. കാർഡോണയിലെ പീഡനത്തിന് കുപ്രസിദ്ധമായ തടവറ. വിദേശി പെൺകുട്ടി, നടക്കൂ. വിഷമിക്കരുത് ലൂണ, നാം ഇവിടെ നിന്നും മോചിതരാകും. എങ്ങനെ? നിസാര മുറിവ് മാത്രം ജനറൽ. പെട്ടെന്ന് മുറിവ് ഉണങ്ങും. പൂച്ച മാന്തിയോ? അതെ, ഒരു കാട്ടുപൂച്ച. നിങ്ങൾ ചാരന്മാരാണ്. അല്ല, ഞങ്ങൾ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരാണ്. ഡിനോസറിൻ്റെ അവശിഷ്ടങ്ങൾ തേടി വന്നവർ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ചാട്ടവാറ് കൊണ്ട് കുതിരയെ തല്ലി. ഒടുവിൽ ലൂണ ഒഴികെ എല്ലാവരെയും മോചിപ്പിച്ചു. ലൂണ, ഞങ്ങൾ നിന്നെ പുറത്തിറക്കും. ഒരുത്തനും മിണ്ടരുത്. ലൂണയെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ പോകില്ല.
വിഡ്ഢികളെ, രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് വിചാരിച്ചോളൂ. ഇവിടെ നിന്നാൽ തല പോകും. ഒടുവിൽ ഞങ്ങൾ കാർഡോണ വിട്ടു. സാധന സാമഗ്രികൾ അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ലൂണയെ കൂടാതെ നിങ്ങൾക്ക് കാർഡോണയിൽ നിന്ന് പോരേണ്ടി വന്നു. നിങ്ങൾ എവിടെയെങ്കിലും പരാതിപ്പെട്ടോ? പക്ഷെ പ്രയോജനമുണ്ടായില്ല. അമേരിക്ക കാർഡോണയിലെ ഏകാധിപതിയെ അംഗീകരിച്ചിട്ടില്ല. ഇനി UNOയിൽ പരാതിപ്പെടാൻ പോവുകയാണ്. ഞാനും എൻ്റെ മകനും അവിടെ പോയി അവളെ മോചിപ്പിക്കും. ഹാപ്പി മാൻ, അയാളുടെ സൈന്യത്തിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും? അത് ആത്മഹത്യപരമാണെന്ന് ഞങ്ങൾക്കറിയാം. കാർഡോണയിൽ നിന്നും മറ്റെന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു? വേറൊന്നുമില്ല. ഘോരവനത്തിൻ്റെ മുകളിലൂടെയാണ് വിമാനം പറന്നത്. താഴെ ഉൾവനത്തിൽ ഭീകരജന്തുക്കൾ സഞ്ചരിക്കുന്നതായി തോന്നി. അവിടെ ഭീകരസത്വങ്ങളുടെ താവളമാണെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഭീകരസത്വം ജനറൽ ബാൻഡതനെയാണ് ഹാപ്പി മാൻ. ഞാൻ അവിടെ പോയി ലൂണയെ കണ്ടെത്താം. അവൾ ജീവിച്ചിരിപ്പുണ്ടേൽ. നന്ദി. നടക്കും ഭൂതമേ. കാർഡോണയിലേക്ക് 2 ടിക്കറ്റ്. സോറി, അവിടേക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് സർവീസ് ഇല്ല. കാർഡോണയിലേക്ക് ഇപ്പോൾ എല്ലാ വിമാന സർവീസും നിരോധിച്ചിരിക്കുകയാണ്. എങ്കിൽ കാർഡോണ കഴിഞ്ഞുള്ള അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് 2 ടിക്കറ്റ് തരൂ. കാർഡോണ കഴിഞ്ഞുള്ള സ്ഥലത്തേക്കോ? 2 ടിക്കറ്റ്. ഒന്ന് മിസ്റ്റർ വാക്കറിനും മറ്റൊന്ന് മിസ്റ്റർ ഡെവിളിനും. അദ്ദേഹം എവിടെ? ഇതാ ഇവിടെ തന്നെയുണ്ട്. ഓ, അത് കൊള്ളാം. നല്ല തമാശ. ഇവനാണോ മിസ്റ്റർ ഡെവിൾ? തമാശയല്ല, കാര്യമായിട്ട് തന്നെയാണ്. ടിക്കറ്റ് തരൂ. ശരി, പക്ഷെ ഒരു കാര്യം, ചരക്കുകൾ കയറ്റിയിട്ടിരിക്കുന്നിടത്ത് ഇതിനെ ഇരുത്തിക്കോണം. ടിക്കറ്റ് ചാർജ് ഒന്നും വേണ്ട. പറ്റില്ല. അതിലെ ചൂടും മർദ്ദവും ഇവന് സഹിക്കാൻ പറ്റില്ല. അനുവദിക്കില്ല. നായകൾക്ക് യാത്രക്കാരോടൊപ്പം സീറ്റ് തരില്ല. ഇവൻ നായയല്ല, ചെന്നായയാണ്. വന്യമൃഗങ്ങളെ ഒരിക്കലും കയറ്റില്ല. അതിന് പ്രത്യേക കൂട് ഉണ്ടായിരിക്കണം. ഇവൻ വന്യമൃഗമല്ല, നല്ലവണ്ണം ഇണങ്ങിയത്. ഇവന് പാസ്പോർട്ടും ഉണ്ട്. ഇതാ ഡെവിളിൻ്റെ പാസ്പോർട്ട്. ബംഗ്ലാവിലെ നിയമാനുസൃതമായി താമസിക്കുന്നവൻ. ഒരു പട്ടിക്ക്, അല്ല ചെന്നായ്ക്ക് പാസ്പോർട്ട്, പൗരത്വം. ഇതൊരു വട്ട് കേസ് തന്നെ. സാർ, ഇദ്ദേഹത്തിൻ്റെ പട്ടിക്ക്, അല്ല ചെന്നായ്ക്ക് ഒരു യാത്രാ സീറ്റ് വേണം. പേര് മിസ്റ്റർ ഡെവിൾ. പാസ്പോർട്ടും ഉണ്ട്. മാത്രമല്ല ഈ മൃഗത്തിന് ബംഗ്ലാവിലെ പൗരത്വവും ഉണ്ട്. സാർ, ഇത്തരം വിവരക്കേടിന് മറുപടി പറയാൻ സമയമില്ല. ഞങ്ങൾ തിരക്കിലാണ്. ഇതാ ഡെവിളിൻ്റെ പാസ്പോർട്ട്, ഔദ്യോഗിക രേഖ. നല്ല തമാശ. ഇത് പൗരത്വം തെളിയിക്കുന്ന രേഖ. ബംഗ്ലാവിലെ ഒരു വോട്ടറാണിവൻ. പ്രസിഡന്റ് ലമെൻഡ ലുവാഗോ ഒപ്പിട്ടിരിക്കുന്ന ഔദ്യോഗിക രേഖ. അസംബന്ധം. എന്തുകൊണ്ട് ചരക്കുമുറിയിൽ ഇവനെ ഇടാൻ പാടില്ലെന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. അങ്ങനെ ചെയ്താൽ അവൻ മരണപ്പെടും. ഓ, അവൻ മരണപ്പെടും, മനസ്സിലായോ? അവർക്ക് 2 ടിക്കറ്റുകൾ കൊടുത്തേര്. ആ പട്ടിയെ വിമാനത്തിൽ കയറ്റാൻ അങ്ങ് അനുവാദം കൊടുക്കുകയാണോ? ചില ആളുകളോട് പറ്റില്ല എന്ന് പറയാൻ സാധ്യമല്ല. അത്തരമൊരാളാണ് അദ്ദേഹം. ഫാൻറ്റത്തിൻ്റെ കനത്ത സ്വരം കടുവയുടെ രക്തം പോലും മരവിപ്പിക്കും. വനത്തിലെ പഴമൊഴി.